നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമോ എന്നുള്ളതാണ്. BJP-യിൽ നിന്നും തീരുമാനങ്ങൾ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. മോദി ഇല്ലെങ്കിൽ ആരും അത് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മോശം ചോയ്സാണ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? 2-3 കാര്യങ്ങളുണ്ട്. BJP-യിൽ നിന്നും തീരുമാനങ്ങൾ വരുന്നത് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. അവർക്ക് ചോയ്സുണ്ട്. കോൺഗ്രസ് ഇല്ലാത്തതാണ്. കോൺഗ്രസ് എപ്പോഴും ഒന്നുകിൽ രാഹുൽ ഗാന്ധി അവരുടെ സർക്കിളിൽ നിന്ന് പുറത്തുനിന്നൊരു ചോയ്സിനെ അവർ അന്വേഷിക്കില്ല. BJP-ക്ക് പ്രതീക്ഷിക്കാതെയാണ് അദ്വാനി ഉള്ള സമയത്താണ്, മുരളി മനോഹർ ജോഷി ഉള്ള സമയത്താണ് നരേന്ദ്രമോദി അവർ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആരും മോഡി പോലുള്ള പ്രധാനമന്ത്രി ആകുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മോഡി പ്രധാനമന്ത്രിയാകുന്നത്. ആ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യാൻ BJP-ക്കും പറ്റി, മോഡിക്കും പറ്റി. മോഡി ആയതിനു ശേഷം പിന്നെ കോൺഗ്രസ് പുറന്തള്ളപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്ന് വിചാരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും തോറ്റുപോവാണ്. പിന്നെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യായമായ ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൗശലങ്ങൾ കാണിച്ചാൽ ജയിക്കുന്നതിനൊരു മടിയില്ലാത്ത ഒരു വിഭാഗം കൂടിയാണ് BJP. അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ 2 പാർട്ടികളുള്ളൂ, ഒന്ന് CPM-ഉം ഒന്ന് BJP. ഇവർ 2 ജയത്തിന് വേണ്ടി എന്തും ചെയ്യും. വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്രിമം കാണിക്കുക, അല്ലെങ്കിൽ പോളിംഗ് ഓഫീസേഴ്സിനെ തല്ലി ഓടിക്കുക, ഇങ്ങനത്തെ കലാപരിപാടികളെല്ലാം ഉണ്ട്. ഇവർക്ക് 2 കൂട്ടർക്കും ഉണ്ട്. ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായപ്പോൾ, അത് 1967 തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നത്. പിന്നെ ഉണ്ടായത് ഇന്ദിരാഗാന്ധി തിരിച്ചു പിടിച്ചു. പോയ ശക്തി തിരിച്ചു പിടിച്ചു ഇന്ദിരാഗാന്ധി തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അതും വളരെ പെട്ടെന്ന് ഒരു അലഹബാദ് ഹൈക്കോടതി വിധിയെ അത് ഇന്ദിരാഗാന്ധിയുടെ കുഴപ്പമല്ല, ഇവരുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാർ പ്രതിപക്ഷ നേതാക്കളെ അട്ടിമറി നടത്താൻ പോകുന്നു, സ്വന്തം പാർട്ടിയിലുള്ള ഒരു അട്ടിമറി, ഒരു ഫിയർ കോൺഷ്യസ് കോംപ്ലക്സ് ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിയെ കൊണ്ട് അല്ല. ചോദ്യം ഇതാണ്, ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു പ്രായത്തിൻ്റെ പേരിൽ മാറേണ്ടി വരുമോ എന്നുള്ളതാണ്. അതിന് ഉത്തരം പറഞ്ഞു, മാറേണ്ടി വരും. RSS പറഞ്ഞിരിക്കുന്നു. RSS മാറേണ്ടി. മോദിയെ ഉദ്ദേശിച്ചാണോ RSS? മോഡിയുടെ പേര് പറയുന്നില്ല. 75 വയസ്സിൻ്റെ ക്രൈറ്റീരിയൻ മാന്യമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ മോഡിയും മാറേണ്ടി വരും. മോഡി മാന്യനാണെങ്കിൽ മാറേണ്ടി വരും. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെ പിണറായി വിജയന് മാത്രം എക്സ്റ്റൻഷൻ കൊണ്ട് നടക്കാം. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെ. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് മോദി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ നയതന്ത്ര രംഗത്ത്, അന്തർദേശീയ തലത്തിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ മോഡലായി കൊണ്ടു നടക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് പൊടുന്നനവേ മോദിയെ മാറ്റി മറ്റൊരാളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നത് BJP-യെ സംബന്ധിച്ചും RSS-നെ സംബന്ധിച്ചിട്ടും അത്രയും ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാണ് അവർ നേരത്തെ ഇലക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് ജനങ്ങൾക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ അവസരം കിട്ടുന്നതിന് മുമ്പ്, മറ്റ് പാർട്ടികൾക്ക് ഒന്നുകൂടെ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടതിന് കിട്ടുന്നതിന് മുമ്പ് സർപ്രൈസായിട്ട് തന്നെ ചിലപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷൻ, അതായത് മോദിയെ മാറ്റുക വഴി ഇലക്ഷൻ പ്രഖ്യാപിക്കും. സാധ്യത വളരെ അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇനി 4 വർഷം ബാക്കി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മോഡി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ഇലക്ഷനിൽ BJP-ക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ പ്രധാനമന്ത്രി വരും. അദ്വാനിയെ മാറ്റിയില്ലേ? അതെ, ഈ BJP ബിൽഡപ്പ് ചെയ്താരാ? അല്ല, അദ്വാനിയെ മാറ്റാന്ന് പറഞ്ഞാൽ അദ്വാനി പ്രധാനമന്ത്രി പദത്തിലുണ്ടായ ഒരാളല്ല. പക്ഷേ നരേന്ദ്രമോദി മറ്റൊരു മേൽവിലാസം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നൽകിയ ആളാണ്. അത് ഭരിക്കാൻ തുടങ്ങിയ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭരണം, അതായത് തുടർ ഭരണം ലഭിക്കുക, 2 വർഷം തുടർച്ചയായിട്ട് 2 ഘട്ടത്തിൽ BJP അധികാരത്തിൽ വരിക, 3-ാം ഘട്ടത്തിൽ കൂടി BJP-യെ അധികാരത്തിൽ എത്തിച്ച ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മോദിയെ പൊടുന്നനവെ ഒരു പ്രായാധിക്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പ്രായത്തിന്റെ ഒരു ബാരിക്കേഡ്. ഇപ്പൊ പ്രായാധിക്യം എന്ന് മോദിയെ കണ്ടാൽ ആരും പറയില്ല. കാരണം ഇപ്പോ നമ്മൾ കണ്ടത് യോഗാ ദിവസം പല ആളുകൾ യോഗ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന കേന്ദ്രമന്ത്രിമാരെയൊക്കെ നമ്മൾ BJP-യിൽ തന്നെ കണ്ടു. പക്ഷെ അപ്പോഴും ഈ പ്രായത്തിൽ സൂര്യ നമസ്കാരമൊക്കെ ഗംഭീരമായിട്ട് ചെയ്യാണ് പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളെ പ്രായത്തിന്റെ പേരിൽ മാറ്റേണ്ടതുണ്ടോ BJP-ക്ക് എന്നുള്ളതാണല്ലോ. അല്ല, ആഭ്യന്തര കുഴപ്പമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പുൽവാമ ആക്രമണത്തിൻ്റെ കുറിച്ച് ഒത്തിരി റിപ്പോർട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നൊക്കെയുള്ള അവിടെ സിംഗപ്പൂരിൽ നിന്നിട്ട് നമ്മുടെ നേവിയുടെ ഒരു കമാൻഡർ പറഞ്ഞ കാര്യങ്ങൾ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നാളെ ഇതെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മോഡിയുടെ ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്ന ഹാലോ, ആ ഓറ മങ്ങലേക്കും.
അല്ല, ഇതുവരെ അത് മങ്ങലേറ്റിട്ടില്ല. നമ്മൾ ഇനി എന്താണ് ഒരു അസംഷൻ, നാളെ അത് സംഭവിച്ചേക്കാം. ഒരു ഈഫ് ക്ലോസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അങ്ങയുടെ മനസ്സിലുള്ളതുപോലെ മോദി മാറുന്നു. മോദിക്ക് പകരം ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യയിൽ. മോഡിക്ക് പകരം ആരെന്ന് ചോദിച്ചാൽ, മോഡിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനേക്കാൾ പ്രധാനപ്പെട്ടത് സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തുകയിലാണ്. നമ്മൾ എത്ര നിഷേധിച്ചാലും, ഇപ്പോൾ ശശി തരൂരിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. മോഡി വഴി ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പുരോഗതി, അത് ചിലപ്പോൾ ഇവർ പറയും അദ്വാനിക്ക് മാത്രമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് കൂട്ട്, ഇന്ത്യയിലെ അസറ്റാണ്, GDP-യുടെ ഭാഗം തന്നെയാണ് അദ്വാനിയുടെ സ്വത്തും. അപ്പോൾ ഈ സാമ്പത്തിക പുരോഗതി കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അതാണ് BJP ഫേസ് ചെയ്യാൻ പോകുന്നത്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നിർമ്മലാ സീതാരാമനും അതുപോലെ നിതിൻ ഗഡ്കരി, രണ്ടുപേരുണ്ട്. നിതിൻ ഗഡ്കരി അവർ ചോദിച്ചത് ഞാൻ പറഞ്ഞില്ല, BJP RSSന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിതിൻ ഗഡ്കരിക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം ഇതിനേക്കാളും വലിയ പദവികളൊക്കെ BJP-യിൽ വഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അതിന്റെ കാരണം കറപ്ഷൻ ചാർജ് ധാരാളമായിട്ടുണ്ട് അദ്ദേഹത്തിന്. മോഡിയുടെ പേരിൽ മോഡിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അഡ്വാൻറ്റേജ് പേഴ്സണലി മോഡിക്കെതിരായിട്ട് ഒരു അഴിമതിയാരും. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളെ പിന്നെ എന്തിനാണ് മാറ്റണമെന്ന് വെച്ചാൽ നാളെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു അസംഷനാണ്. ഇതൊക്കെയാണ് മോദി ഇല്ലെങ്കിൽ ആരും. മോദി ഉള്ള ഒരു കാലത്ത് മോദിയെ മാറ്റുന്നത് എന്തിനെ കുറിച്ചാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ല എന്നുള്ളത് പോലെ തന്നെ ആഗ്രഹങ്ങളുമില്ല. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ട് കുടുംബമില്ല, ആർക്കും വേണ്ടി കൊണ്ടു നടക്കേണ്ട. അദ്ദേഹം ഒരു ഏകനായ യോഗിയായി വന്ന് ഭരണം നടത്തി മറ്റൊരു ആത്മീയ തലത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തലത്തിൽ പോലും നമ്മളത് കണ്ടു. പിന്നെ നമ്മൾ കണ്ട പഴയ മോദിയല്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ മോദി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു. പ്രത്യേകിച്ചിട്ട് അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ അത് ഭയപ്പെടുത്തുന്ന ഭീതിതമായിട്ടുള്ള ഒരാളായിരുന്നു മോദി. പക്ഷെ ആ മോദിയിൽ നിന്ന് വളരെ ശാന്തസ്വരൂപനായിട്ടുള്ള മോദിയിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കണ്ടത്. താങ്കൾ പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭയപ്പെടുത്തുന്ന മോഡി, ക്രൗര്യമുള്ള മോഡിയിൽ നിന്നും ഒരു പയസ് മോഡിയായിട്ട് ഈ കാലഘട്ടം കൊണ്ട് മോഡി മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ മാറാത്ത നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞോണ്ട് ഈ ആത്മീയത കൂടിക്കഴിഞ്ഞാൽ, എന്നോട് എല്ലാവരും അധികാരത്തോടെ, പൈസയുടെ സ്ഥാനമാനം എല്ലാം ഒരു ഡിറ്റാച്ച്മെൻറ്റ് എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ ഈ പദവിയോടും എനിക്ക് ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനും കുറേ ആഡംബരങ്ങളും സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, മോദിയുടെ ഈ ഗുഹകളിൽ കയറിയുള്ള അദ്ദേഹത്തിൻ്റെ ധ്യാനം, പല ഘട്ടങ്ങളിലും ഏകാന്തതയിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ വാശി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പോലും അദ്ദേഹത്തിൻ്റെ എക്സിൽ ജന്മദിന ആശംസകളും ദീർഘായുസ്സും നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളെല്ലാം ഒരു പഴയ മോഡിയുടെ മാനസാന്തരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുതിയ മോഡിയിലേക്കുള്ള മനസാന്തരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഈ പ്രായത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയും. അപ്പോൾ ഒഴിയുന്നതിൻ്റെ മുന്നോടിയായി RSS ഒരു മുഴ മുന്നേറിഞ്ഞു എന്നുള്ളതാണ്. തയ്യാറായിരിക്കുക. അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മോശം ചോയ്സാണ്. ഒന്നാമത്തെ കാര്യം, BJP അല്ലെങ്കിൽ RSSന്റെ കൺട്രോളുള്ള സംസ്ഥാനങ്ങൾ, അതിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ആലോചിക്കും. ബംഗാൾ, ഒറീസ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്രയിൽ ഭൂരിഭാഗവും ഇതൊന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ്. ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാറിൻ്റെ കുറേ ഭാഗങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമാണ്. ഗുജറാത്ത് ഹിന്ദു മതത്തിൻ്റെ പേരല്ല നിൽക്കുന്നത്, മോഡിയുടെ പ്രഭാവം കൊണ്ടാണ്. പക്ഷെ അപ്പോൾ അവിടെ ഒരു അപകടകരമായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നത് ബീഹാർ മുഖ്യമന്ത്രിയാണ്, നിതീഷ് കുമാറിനെ. കാരണം മോദി മാറുന്ന ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനുള്ള പിന്തുണ ഒന്നുകിൽ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകും, അതല്ലെങ്കിൽ എന്നെ ആക്കിക്കൊള്ളാൻ വേണ്ടി പറയും. അതിനുള്ളൊരു സാധ്യത നമ്മൾ ചന്ദ്രബാബു നായിഡുവിനെ അങ്ങനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചന്ദ്രബാബു നായിഡു എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിതീഷ് കുമാർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ ഫിസിക്കലി വീക്ക്, ചന്ദ്രബാബു നായിഡു ഈസ് എനർജറ്റിക്. ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നല്ല ചന്ദ്രബാബു നായിഡുവിൻ്റെ ഇവർക്ക് പറ്റിയ സോണിയാഗാന്ധിക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം,
കൺട്രോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ, സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും വായിച്ചു കഴിഞ്ഞ് ഇവരാണ് ഇങ്ങനെ നിയന്ത്രിക്കണമെന്ന് തോന്നുമ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്ക് വിശ്വാസം വരികയില്ല. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. അതിനെ പക്ഷേ സംഘടനാപരമായി യോജിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് യു.ഡി.എഫിന് അനുകൂലമായി, യു.ഡി.എഫ് എന്ന് പറയുന്ന രണ്ട് പാർട്ടികളും മുസ്ലിം ലീഗും കോൺഗ്രസും ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായി വികാരപരമായി കോൺഗ്രസ് ജനങ്ങൾ മാറിയിട്ടുണ്ട്. ആ വികാരപരമായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള സംഘടന ഉണ്ടോ കോൺഗ്രസിന്? ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ കേസ് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറേ ആളുകൾ ഇരുന്ന ആളാണ്. അതെ. അല്ല, ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൻ്റെ അണികളല്ലാതെ മറ്റൊരു ലോകത്തും ഇങ്ങനൊരു അണികൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ CPM-ന് ഒരു ചിട്ടയായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ആ സംവിധാനം ഒരു ദിവസം നൂല് പൊട്ടുന്നത് പോലെ പൊട്ടിക്കഴിഞ്ഞാൽ അത് പട്ടം പറക്കുന്നത് പോലെ പറന്നു പോകും. അത് തന്നെയാണ് BJP-യെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് നോക്കൂ, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ലെഗസി കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സുരക്ഷാ സംരക്ഷണ വലയത്തിലോ നിൽക്കുന്നവരല്ല. അവർ വളരെ കോൺഗ്രസ് ആണെന്നുള്ള ഒരു ആത്മാഭിമാന ബോധത്തിൻ്റെ പേരിൽ ഒറ്റയാൾ പട്ടാളങ്ങളായി പോരാടുകയാണ്. അതാണ് കോൺഗ്രസിന്റെ പ്രധാനം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റു പാർട്ടികളെക്കാളും ഗുണകരമായിട്ടുള്ള ഒരു അടിസ്ഥാന പ്രവർത്തന മേഖലയുള്ളത് കോൺഗ്രസിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗുണം ഹിന്ദുമതം, ഹൈന്ദവ സംസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഹിന്ദു ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അതിന് സമാനമാണ് കോൺഗ്രസ്. അതന്നെ ഗാന്ധി നല്ലൊരു ഒരു പിന്നെ സിംബോളിക്കലായിട്ടുള്ള ഉദാഹരണമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധി ഉണ്ടാക്കിയ പാർട്ടിയാണ്, കൃത്രിമമായിട്ടുണ്ടാക്കിയ പാർട്ടിയല്ല. ഇപ്പം CPM-നെ പറ്റി നിങ്ങൾ പറഞ്ഞത് തന്നെ സംഘടനാ ബലം. അത് പല സംഘടനകളായിട്ട് ചേർന്നുള്ള ബലമാണ്. ഒരു വശത്ത് NGO യൂണിയൻ, കർഷക തൊഴിലാളി യൂണിയൻ, CITU, DY, ഇങ്ങനെ പല സംഘടനകളാണ്. അതുകൊണ്ടാണ് ഒരു നേതാവിനെ എല്ലാവരെയും അനുസരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്കൊരു പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങേക്ക്? അല്ല, പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കുന്ന ഞാൻ ഇപ്പോഴും still favors നിതിൻ ഗഡ്കരി. You are favoring. But exactly what is going to happen? അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ. പക്ഷേ ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഇവർ രണ്ടുപേരും ആയിരിക്കില്ല പ്രധാനമന്ത്രി. യോഗി ആദിത്യനാഥ് ആയിരിക്കും.